നല്ല സന്ധ്യാസമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം തന്ന ബലത്തോടെ ഒരു പ്രാവശ്യം കൂടെ ആലയത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടി വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയ വിലപ്പെട്ട അവസരങ്ങൾക്കായി സ്തോത്രം. രാത്രി ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പനിമിഷങ്ങൾ കർത്താവിന്റെ വചനത്തിന് മുൻപിൽ നമുക്കായിരിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായം അതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഒരുമിച്ച് അല്പനിമിഷങ്ങൾ ധ്യാനിക്കാൻ പോകുന്നത്. ബുക്ക് ഓഫ് ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 28 വേഴ്സസ് 1 to 6. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ വായിച്ച് സഹായിക്കും. രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേർ മെയ്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ചു. മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെയൊക്കെയും കൈക്കൊണ്ടു. പൗലോസ് കുറെ വിറക് കുറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അതിന്റെ കൈക്ക് പറ്റി. ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ദോഷമൊന്നും പറ്റിയില്ല. അവൻ വീഴുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തു നിന്നു. വളരെ നേരം കാത്തു നിന്നിട്ടും അവന് ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി അവൻ ഒരു ദേവൻ എന്ന് പറഞ്ഞു. വളരെ പ്രാർത്ഥനയോടെ രാത്രി വേദഭാഗം നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. ഒത്തിരി ആത്മീയ ചിന്തകൾ ഉൾക്കൊള്ളുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. പെന്തക്കോസ്തിനെ കുറിച്ച് മാത്രമല്ല, ആത്മീയ അനുഭവം പ്രാപിച്ച ഒരു ദൈവപൈതലിനെ ഓരോ ദിവസവും വഴി നടത്തുന്ന ദൈവത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ വായിച്ച് പഠിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. അത് എഴുതുവാൻ ദൈവം തന്റെ ദാസനായ ലൂക്കോസിനെ, വൈദ്യനായ ലൂക്കോസിനെ ഉപയോഗിക്കുവാനിടയായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ ആ പേര് പുസ്തകത്തിന് വരാൻ കാര്യം, അപ്പോസ്തലന്മാരിൽ ദൈവം ചെയ്ത പ്രവൃത്തികളെ വിവരിച്ച ഒരു ചരിത്ര പുസ്തകമായതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ എന്ന പേര് ആ പുസ്തകത്തിൽ വന്നത്. സാധാരണക്കാരായ 12 പേരെ ദൈവത്തിന്റെ ഒരു ശ്രേഷ്ഠമായ പദ്ധതിക്കായി ദൈവം ഉപയോഗിക്കുക. കടലിൽ നിന്ന് വിളിച്ചിറക്കിയ മുക്കുവന്മാരായിരുന്ന, പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാതിരുന്ന സാധാരണക്കാരായ മനുഷ്യരെ, യവനായ ഭാഷയിൽ പറഞ്ഞാൽ ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ ദൈവം ഉപയോഗിക്കുക. സ്തോത്രം! എത്ര ശ്രേഷ്ഠമായ ഒരു അനുഭവം അല്ലേ? പത്രോസിന്റെ 1-ാം ലേഖനവും 2-ാം ലേഖനവും ഒക്കെ വായിക്കുമ്പോൾ ശാസ്ത്രപരമായി ഇത്ര വലിയ ചരിത്ര സത്യങ്ങൾ നമ്മൾ ജീവിക്കുന്നതിന് 2000 വർഷങ്ങൾക്ക് മുൻപ് വിളിച്ചു പറയുമ്പോൾ ഭൂമി ഒരു തീഗോളമായി മാറുമെന്നും അത് വെന്തെരിയുമെന്നും പറഞ്ഞ ശാസ്ത്ര സാഹിത്യം എത്ര ശ്രേഷ്ഠമാണ്! ദൈവത്തിന് സ്തോത്രം! ഏകദേശം 600 വർഷങ്ങൾക്ക് മുൻപാണ് കണ്ടുപിടിച്ചത് ഭൂമിയുടെ അടിത്തട്ടിലുള്ള ലാവ. ദൈവത്തിന്റെ സ്തോത്രം! അവിടെയുള്ള ധാതുക്കൾ ഏകദേശം 1000 ഭൂമിയെ കത്തിക്കാൻ ശേഷിയുള്ളതാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. 600 വർഷമായുള്ള ശാസ്ത്രം ഇത് കണ്ടുപിടിച്ചെങ്കിലും 2000 വർഷം മുമ്പ് പത്രോസ് പറയുക, ഭൂമി വെന്തെരിയുന്ന ഒരു കാലം അധികം വൈകാതെ ലോകത്ത് സംഭവിക്കാൻ പോകുന്നു. അതുകൊണ്ട് ഞാൻ ഓർപ്പിച്ചത്, സാധാരണക്കാരായ പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാതിരുന്ന 12 പേരെ തേജസ്സേറിയ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ചത് എങ്ങനെയെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. ഈ പുസ്തകം നമുക്ക് നൽകുന്ന ഒരു ദിശാബോധമുണ്ട്. കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ കഴിവോ നമ്മുടെ പ്രാപ്തിയോ ഒന്നും പ്രയോജനമുള്ളതല്ല. ഒരു മനുഷ്യന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നാൽ ആ വ്യക്തി ഏതൊക്കെ തലങ്ങളിൽ മാറ്റപ്പെടുമെന്നും അവന്റെ ബുദ്ധിമണ്ഡലങ്ങളിൽ പോലും ഇടപെടുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവിന്റെ ചലനമുണ്ടെന്നും വിവേകമുള്ള ജ്ഞാനമുള്ള വാക്കുകൾ പറയുവാൻ ആ വ്യക്തി സ്തോത്രം സമർത്ഥനായി തീരുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവിലാണെന്ന് നമ്മൾ പഠിക്കുന്ന ഒരു പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. അങ്ങനെയെങ്കിൽ ഒരുറപ്പ് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സാധ്യതയുണ്ട്. സ്തോത്രം! നമ്മുടെ വിദ്യാഭ്യാസത്തിനും നമ്മുടെ പാരമ്പര്യങ്ങൾക്കും ഒക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ അസാധാരണമായ ജ്ഞാനവും വിവേകവും ദൈവകൃപയും നിറവുമാണ് ആ വ്യക്തിയുടെ മേൽ ദൈവം പകരുവാനിടയായിരിക്കുന്നത്. ആ വ്യക്തിയുടെ നാവിൽ വരുന്ന വാക്കുകൾ അനേകരെ ധൈര്യപ്പെടുത്തുന്നതായി, ഉറപ്പിക്കുന്നതായി, ശക്തീകരിക്കുന്നതായി, പ്രചോദനമുള്ളതായി തീരുമെന്ന്
ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുവാനിടയായി തീരുകയാണ്. ശാസ്ത്രം ഒത്തിരി പുരോഗമിച്ചു, പഠനം ഒത്തിരി പുരോഗമിച്ചു, അറിവ് ഒത്തിരി പുരോഗമിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് എന്തിനെ കുറിച്ചെങ്കിലും അറിയണമെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ മതി. പക്ഷെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച്, വെളിപ്പാട് പ്രാപിക്കുന്നത് ആത്മാവിനാലാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഒരു വാക്ക് അതിനകത്ത് കൊടുത്താൽ അതിനെക്കുറിച്ചുള്ള 100 അറിവുകൾ, ഇൻഫർമേഷൻ, നോളജ് നിങ്ങളുടെ കയ്യിൽ കിട്ടും. പക്ഷേ ദൈവമക്കൾ ശ്രദ്ധിക്കണം, അറിവല്ല വിവേകമാണ് ആത്മാവ് നൽകുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒരു വ്യക്തിയെ അസാധാരണമായ നിലയിൽ ദൈവത്തിന് മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് അപ്പോസ്തല പ്രവർത്തനം. ഈ പൗലോസ് എന്നൊരു ദൈവമനുഷ്യൻ ഒത്തിരി അറിവുള്ള ഒരാളായി. ഒരുപക്ഷെ 12 അപ്പോസ്തലന്മാർക്ക് ശേഷം ഒരു അപ്പോസ്തോലികത്വത്തിലേക്ക് ദൈവം ഉപയോഗിച്ച ഒരറിവുള്ള പണ്ഡിതനായ ഗമാലിയലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ച, അന്നത്തെ ഏറ്റവും ലോകത്തിലെ പ്രസിദ്ധമായ ഹില്ലേൽ സ്കൂൾ എന്നറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റിയിൽ 1ാം റാങ്കോടെ മാസ്റ്റർ ഡിഗ്രി പാസ്സായി. ദൈവത്തിന് സ്തോത്രം. ന്യായപ്രമാണത്തെ കുറിച്ച്, തർക്കശാസ്ത്രത്തെ കുറിച്ച് നന്നായി പഠിച്ച ഒരു ദൈവമനുഷ്യനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. സത്യം പറഞ്ഞാൽ പൗലോസിന്റെ അറിവല്ല ദൈവത്തെ ആകർഷിച്ചതെന്നാണ് എന്റെ വിശ്വാസം. പൗലോസിന്റെ ശൗര്യമായി. രണ്ട് വാക്കുകൾ ശ്രദ്ധിക്കണം. പൗലോസിന്റെ അറിവല്ലെന്നാണ് എന്റെ വിശ്വാസം. ദൈവം ഇത്രയധികം പൗലോസിനെ ശ്രദ്ധിക്കാൻ കാര്യം ഒരു ശൗര്യമാകത്തോളം. ദൈവസഭയെ മുടിക്കാൻ, ഇല്ലായ്മ ചെയ്യാൻ. അത് ന്യായപ്രമാണത്തിന് വേണ്ടിയാ കേട്ടോ. പ്രമാണമനുസരിച്ചല്ല, സ്വന്തം ഇഷ്ടത്തിനല്ല, ന്യായപ്രമാണത്തിന് വേണ്ടി എന്തും ചെയ്യാനുള്ള ഒരു തീഷ്ണത അകത്ത് കണ്ടപ്പോൾ ദൈവത്തിന് മനസ്സിലായി, ഇദ്ദേഹം രക്ഷിക്കപ്പെട്ട് സഭയ്ക്കകത്ത് വന്നാൽ ഈ ശുഷ്കാന്തി, ഈ ആവേശവും, ഈ ഉത്സാഹവും അനേകം ഒരു പ്രചോദനമായി തീരും. സ്തോത്രം ചെയ്യുക. ദൈവത്തിന് ഒരു കാര്യം മനസ്സിലായി, എത്ര പ്രശ്നം വന്നാൽ ഇത് വിട്ടുപോകത്തില്ല. ഇത് ശുഷ്കാന്തിയുള്ള ഒരു ഹൃദയമാണ്. സ്തോത്രം ചെയ്യുക. അത് എത്ര മിസൈൽ വന്നാലും എത്ര പ്രതികൂലം വന്നാലും അവന്റെ ആത്മീയ ജീവിതം തളരത്തില്ല. കാരണം ഇത് ശുഷ്കാന്തിയുള്ളതാണ്. സ്തോത്രം ചെയ്യുക. ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, അങ്ങനെയുള്ള ചിലരെ സഭയ്ക്കകത്ത് ദൈവത്തിന് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ശുഷ്കാന്തിയുള്ള തീഷ്ണതയുള്ള ചിലത് കർത്താവിന് വേണ്ടി ചെയ്യാൻ അധികാരമുള്ള, അഭിഷേകമുള്ള ദൈവസഭയുള്ള ചിലരെ ദൈവസഭയ്ക്കകത്ത്. ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു സഭയിൽ ചെന്നപ്പം ചില ദൈവമക്കളെ ഇങ്ങനെ കണ്ടു. അപ്പം അവരെ കണ്ടിട്ട് ഒരു ദൈവമക്കളായിട്ട് എന്ത് ചെയ്തില്ല, എനിക്ക് തോന്നിയില്ല സഭയ്ക്കകത്ത്. പക്ഷെ ദൈവമക്കളായിട്ട് എനിക്ക് തോന്നിയില്ല. യോഗ കഴിഞ്ഞപ്പോൾ ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, അവരൊക്കെ നമ്മുടെ വിശ്വാസികളാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അവര് ശരിക്കും വിശ്വാസികൾ? അപ്പൊ പറഞ്ഞു, പാസ്റ്റർ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഇവരൊക്കെ വേണമെന്ന് പറഞ്ഞു. സ്തോത്രം. ഒന്ന് മുട്ടണമെങ്കിലോ, ഒന്ന് ഇടയണമെങ്കിലോ, 2 പേരെ കൈകാര്യം ചെയ്യണമെങ്കിലോ നമുക്ക് ഇങ്ങനെയുള്ളവരെ, എന്നിട്ട് പാസ്റ്റർ നമുക്ക് ആത്മീയന്മാരെ മാത്രം പോരാ, ഇങ്ങനെയുള്ളവരെ നമുക്ക്, കാരണം വേണ്ടി വന്നാൽ 2 തിരിച്ചു കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ളവരെ നമുക്ക്. പോയി എന്ത് പറയണമെന്ന് അറിയാതാണ് ഫോണിൽ ഞാൻ, എനിക്കൊന്നും പറയാൻ അറിയാത്തൊരവസ്ഥയായി പോയി. പക്ഷേ ഇന്ന് രാത്രി അങ്ങനെയുള്ളവരില്ലേ, ശുഷ്കാന്തിയുള്ള ചിലരെ, അത് വായിച്ച പറഞ്ഞത് വായിച്ച്, ശുഷ്കാന്തിയുള്ള ചിലരെ, ആവേശമുള്ള ചിലരെ, ഉത്സാഹമുള്ള, ഇത് വിട്ടുപോകത്തില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഏത് കപ്പൽ ഉടഞ്ഞാലും, അത് കഷ്ണം കഷ്ണമായി മാറിയാലും അതിനകത്തും തീഷ്ണതയോടെ ദൈവം കൊടുത്ത ദർശനത്തിന് വേണ്ടി, ഹല്ലേലൂയ. പൗലോസ് പറയുന്ന ഒരു സാക്ഷ്യം ഞാൻ കടമയെടുക്കാം. സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ നിലനിൽപ്പാനുള്ള കൃപയാണ് ദൈവത്തിന്റെ ആത്മാവ് തന്റെ ദാസന്റെ മേൽ പകർന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, ഇതിനകത്തും ശുഷ്കാന്തിയുള്ള, ആവേശമുള്ള, ഉത്സാഹമുള്ള, ദൈവത്തിന് വേണ്ടി എന്ത് വില കൊടുത്തും നിൽക്കുന്ന ഒരു തലമുറയെ കർത്താവ് ഇതിനകത്ത് വാർത്തെടുക്കട്ടെ. എന്നെയും അങ്ങനെ പണിതെടുക്കണമേ എന്ന് പൗലോസിന്റെ ന്യായപ്രമാണത്തുള്ള തീഷ്ണതയും അതിനുവേണ്ടി നിലനിൽക്കാനുള്ള ആവേശവും, അതുകൊണ്ട് ആളുകളെയൊക്കെ മുടിക്ക് പിച്ചിയെടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ജയിലിലടച്ച് വാശിക്ക് വൈരാഗ്യത്തോടെ, ഇതെല്ലാം സ്വന്തം ഇഷ്ടത്തിന് ചെയ്തല്ല, ന്യായപ്രമാണത്തിന് വേണ്ടി ചെയ്ത. അപ്പൊ ദൈവത്തിന് മനസ്സിലായി, ഈ ഇദ്ദേഹത്തിനകത്ത് രക്ഷയുള്ള സന്തോഷം വ്യാപരിച്ചാൽ അത് അനേക സഭകളിൽ, അനേക ഭൂഖണ്ഡങ്ങളിൽ സ്വാധീനമായി മാറുവാനിടയായി. സ്തോത്രം ചെയ്യുക. കർത്താവ് എന്നെ സ്നേഹിച്ചത് എന്റെ ശുഷ്കാന്തി കൊണ്ടൊന്നും അല്ലെന്ന എന്റെ വിശ്വാസം. വന്ന കൂട്ടത്തിൽ ഞാൻ വന്നു പോയല്ല എന്നാണ് എന്റെ വിശ്വാസം. എന്റെ തീഷ്ണതയും എന്റെ ശുഷ്കാന്തി ഒന്നും കണ്ടല്ലേ എന്നെ കർത്താവ് വിടുവിച്ച്. ആ ദൈവത്തിന്റെ മഹാകരുണയും രക്തത്താൽ ഞാൻ വിടുക. പിന്നെ
അന്ന് ഇച്ചിരി ശുഷ്കാന്തിയൊക്കെ വന്നു, പക്ഷേ അതൊന്നും കാണാനല്ല. പക്ഷെ പൗലോസിനെ ദൈവകൃപയിലേക്ക് വിളിച്ചതാ പൗലോസിന്റെ ആറ്റിറ്റ്യൂഡ്, സ്വഭാവം. ദൈവത്തിന്റെ സ്തോത്രം. ഒരു കാര്യം തീരുമാനിച്ചാൽ എന്ത് വില കൊടുത്തും അതിനുവേണ്ടി നിൽക്കാനുള്ള ഒരു തന്റെ പൗലോസിന്റെ മേൽ ദൈവം പകരുവാനിടയായി തീർന്നു. പൗലോസ് യാത്ര ചെയ്ത ഒത്തിരി മിഷണറി യാത്രകൾ നമ്മൾ ബൈബിളിൽ കാണുന്നു. ചരിത്രപരമായി നമ്മൾ പഠിക്കുമ്പോൾ ക്രമീകൃതമായി 3 സുവിശേഷ യാത്രകൾ, മിഷണറി യാത്രകൾ പൗലോസ് ചെയ്തതായി ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കണം. അങ്ങനെയാണ് 3 ഭൂഖണ്ഡങ്ങളിൽ ദൈവസഭകൾ സ്ഥാപിക്കപ്പെടുവാനിടയായത്. യൂറോപ്പിലെ ആദ്യത്തെ സഭ ദൈവം സ്ഥാപിച്ചത് പൗലോസിലൂടെ. ഫിലിപ്പി എന്നൊരു പട്ടണത്തിൽ ഒരു പുഴവക്കിൽ ഇരുന്ന് പ്രാർത്ഥിച്ച സഹോദരിമാരുടെ നടുവിലാണ് ഒരു സഭ ആദ്യമായി സ്ഥാപിക്കപ്പെടുവാനിടയായി തീർന്നത്. അത് യൂറോപ്പിന്റെ പല മേഖലകളിലേക്ക് വ്യാപരിച്ചു. ആഫ്രിക്കയിൽ ദൈവത്തിന്റെ സ്തോത്രം, ഏഷ്യ മൈനറിൽ ആ രാജ്യങ്ങൾ 3 അന്നത്തെ അറിയപ്പെട്ട 3 ഭൂഖണ്ഡങ്ങളിൽ ശക്തമായ ഒരു കൊടുങ്കാറ്റ് പോലെ ദൈവം ഉപയോഗിച്ച ഒരു ദൈവദാസനാണ് പൗലോസ് എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുക. പക്ഷെ ഈ പൗലോസ് പലതവണ ജയിലിലായി. ഞാൻ ആദ്യം പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ, ഈ ശുഷ്കാന്തി കണ്ടപ്പോൾ ദൈവത്തിന് മനസ്സിലായി ഒരു ജയിലിനും ഈ മനുഷ്യനെ തളർത്താൻ കഴിയില്ല. ഒരു കപ്പൽ ഛേദത്തിന് ഈ മനുഷ്യനെ തളർത്താൻ കഴിയില്ല. ഒരു പ്രതിസന്ധിക്ക് ഈ മനുഷ്യനെ സ്തോത്രം. ഇന്ന് രാത്രി നമ്മുടെ മുഖം കണ്ട് കർത്താവ് പറയട്ടെ, ഈ മനുഷ്യൻ പുറകോട്ട് പോകില്ല. എന്ത് വന്നാലും പറയട്ടെ, നമ്മുടെ മുഖം കണ്ട്, നമ്മുടെ ആവേശം കണ്ട്, നമ്മുടെ സ്തോത്രം കണ്ട്, നമ്മുടെ ചിരി കണ്ട് ദൈവത്തിന്റെ ആത്മാവ് സന്തോഷിക്കട്ടെ. ഇത് പുറകോട്ട് പോകുന്ന ദൈവത്തിന്റെ സ്തോത്രം കൃപയല്ല, ഇത് നിലനിൽക്കുന്ന കൃപയാണ്. ദൈവം നമ്മളെ ഓർത്ത് സന്തോഷിക്കണം. എന്ത് ജീവിതത്തിൽ വന്നാലും പുറകോട്ട് പോകില്ല എന്നൊരു ധൈര്യം ദൈവത്തിന് നമ്മെ കുറിച്ച് സ്തോത്രം ചെയ്യുക. ചില നാൾക്ക് മുമ്പ് ഒരു ദൈവാസ പ്രസംഗം പറഞ്ഞ എനിക്ക് റെലവന്റ് ആയിട്ട് തോന്നി. ഇയ്യോബിനെ സാത്താന്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചു. കാരണം 100% അറിയാൻ പോകത്തില്ല. പക്ഷെ പത്രോസിനെ ഏൽപ്പിച്ചില്ല. പോപ്പായിരുന്നു ആദ്യത്തെ, പക്ഷെ ഏൽപ്പിച്ചില്ല. കാരണം ധൈര്യമില്ലായിരുന്നു. കാരണം ഗോതമ്പ് പാറ്റേണ്ടതുപോലെ പാറ്റേണ്ടതിന് 3 തവണ പിശാച്. പക്ഷേ ദൈവത്തിന് കോൺഫിഡൻസ് ഇല്ലാഞ്ഞുകൊണ്ട് എന്ത് ചെയ്തില്ല. നമ്മൾ ഏത് കാറ്റഗറി വരും? ഇയ്യോബിന്റെ കാറ്റഗറി വരുമോ? ദൈവത്തിന്റെ സ്തോത്രം. പത്രോസിന്റെ കാറ്റഗറി വരുമോ? ഇത് നമ്മളെ തന്നെ ഒന്ന് സ്വയം വിലയിരുത്തുന്ന മീറ്റിങ്ങുകൾ കൂടെയാണ്. ഇത് കൈപൊക്കിപ്പിക്കുന്ന മീറ്റിംഗ് അല്ല. ഇത് നമ്മളെ തന്നെ ഒരു സെൽഫ് എക്സാം. കർത്താവ് ഈ ഹോള് വിട്ടപ്പോ ഞാൻ ഇയ്യോബിന്റെ കാറ്റഗറി വരുമോ? നമ്മൾ ഇതിനകത്ത് പെടും. ദൈവത്തിന് നമ്മെ കുറിച്ചൊരു ധൈര്യമുണ്ടോ? കർത്താവിന്റെ ആഗ്രഹം നമ്മളെല്ലാം ഇയ്യോബുമാരാകണമെന്നാണ്. കാരണം ഈസി ആയിട്ട് ലഭിച്ചാൽ ചെയ്തോ, എന്ത് വേണേലും പ്രാണനെ മാത്രം. കാരണം ദൈവത്തിന് അറിയാം എത്ര തൊട്ടാലും ഇത് ശുഷ്കാന്തിയുള്ളതാണ്. എങ്ങനെ ഇട്ടാലും 4 കാലം വീഴും. ദൈവത്തിന് ആ കോൺഫിഡൻസ്. പക്ഷെ പത്രോസിന്റെ അടുത്ത് 3 തവണ അനുവാദം ചോദിച്ചു കൊടുത്തില്ല. കാരണം ദൈവത്തിന് അറിയാം ഈസി ആയിട്ട് നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ ഞാനത് സത്യം പറഞ്ഞാൽ അനുവദിക്കാഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുന്നതെന്ന് എന്റെ വിശ്വാസം. നമ്മുടെ മിടുക്കൊണ്ടല്ല, ദൈവത്തിന്റെ രാത്രി പലരും വരാൻ കാര്യം, ഈ ഓടി വരാൻ കാര്യം എവിടെയൊക്കെയോ അനുവാദം ചോദിച്ചു. പക്ഷേ ദൈവം ചെയ്തില്ല. വിശ്വാസം പോയി പോകാതിരിക്കാൻ ഞങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് ഉറപ്പിക്കണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കണം. ഒരു വല്ലാത്ത ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്ഥിരതയില്ലാത്ത അസ്ഥിരതയുള്ള ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ ഞാൻ മെസ്സേജ് നിർത്തുകയല്ല. പക്ഷെ ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവേ നിൽക്കാനുള്ള ഒരു കൃപ, ഹല്ലേലൂയ, പാറിപ്പോകാതെ പിടിച്ചു നിൽക്കാനുള്ള ഒരു അസാധാരണമായ കൃപ എന്റെ മേൽ പകരണമെന്ന് എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു അഭിഷേകം ഈ ഹോളിനകത്ത് ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. ചില ജീവിതങ്ങളുടെ മേൽ, ചില ശരീരങ്ങളുടെ മേൽ, ചില ചിന്താമണ്ഡലങ്ങളിൽ വിശാലിമറ്റ ചില മുഖങ്ങൾ ഇന്ന് രാത്രി ഒഴുകി മാറി ഇയ്യോബിനെ പോലെ ഉറപ്പോടെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറയിൽ ഇതിനകത്ത് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് വർദ്ധിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഓരോ മാറ്റേണ്ടതുപോലെ അനുവാദം ചോദിക്കുന്നതായ എന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ ദൈവം അനുവദിച്ചില്ല. എന്നെ ഒന്ന് ഉറപ്പിക്കണമേ.
പിന്മാറിപ്പോകില്ല. പൗലോസിന്റെ അനേക വാക്യങ്ങളിൽ കുറിച്ചിട്ടുണ്ട്. ഞാൻ ആരെ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന്. ഓ സ്തോത്രം. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു, വിടുവിക്കും, മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വച്ചിരിക്കുന്നു. ധൈര്യം. സ്തോത്രം. ഞാൻ ആത്മാവിൽ കാണുക അങ്ങനെ ചിലരെ കർത്താവിന് ഇതിനകത്ത്, ചില കുടുംബങ്ങൾക്കകത്ത് അങ്ങനെ ചിലരെ കർത്താവിന് ആവശ്യമുണ്ട്. മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്ന, ഉറപ്പിക്കുന്ന, ശക്തി പകർന്നു കൊടുക്കുന്ന, ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസമുള്ള ചിലരെ. ഈ പൗലോസ് യാത്ര ചെയ്ത ഒരു കപ്പൽ ഛേദമാണ് 27-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്. ആ വേദഭാഗങ്ങൾ വായിച്ചു പോയപ്പോൾ എന്റെ മനസ്സിൽ വന്ന ഒരു പദം, അദ്രിയ കടലിൽ ഉഴന്നു നടക്കുന്ന സമയം പൗലോസിന് ഒരു ദൈവിക വെളിപ്പാടുണ്ടാക്കിയ. ഈ ഉഴന്നു നടക്കുന്ന സമയം എന്ന് പറയുമ്പോൾ 14 ദിവസം സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ, നക്ഷത്രങ്ങളെയോ കാണാതെ, ഇരുട്ട് നിറഞ്ഞ ഒരു യാത്ര. ആ യാത്രയ്ക്കകത്ത് മുന്നോട്ട് പോകുമ്പോൾ ഈ കപ്പൽ എവിടെത്തുമെന്നോ ഇതിന്റെ അന്ത്യം എന്താകുമെന്നോ ജനം ചിന്തിച്ച് ആശങ്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ പൗലോസ് അവരുടെ മുൻപിൽ നിന്ന് ദൂത് പറയുക, നിങ്ങളുടെ ഒരു രോമത്തിന് പോലും കേടുവരികയില്ല. ആ ധൈര്യം അസാധാരണമാണ്. ഞാൻ കുറച്ചു നേരമെങ്കിലും ഇതുമായിട്ട് ചിന്തിച്ചു, അങ്ങനൊക്കെ പറയാനൊരു ദൈവത്തിന് പറ്റൂ? നിങ്ങളുടെ ഒരു രോമത്തിന് പോലും. നിങ്ങൾ ശ്രദ്ധിച്ച്, 14 ദിവസമായി സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ ഒരു കടലിൽ അലയുന്ന ഇരുട്ട് നിറഞ്ഞ മണ്ഡലത്തിലും നിങ്ങളുടെ ഒരു രോമത്തിന് കേടുവരില്ല, എന്നോട് ദൂത് പറഞ്ഞവൻ എന്റെ കൂടെയുണ്ട്. അസാധാരണമായ ഒരു ധൈര്യമാണ് രക്തത്താൽ ജയമെടുക്കുക. പെന്തക്കോസ്തിന്റെ ശക്തി അന്യഭാഷ പറയാൻ മാത്രമല്ല, ഇത് ആരാധിക്കാൻ മാത്രമല്ല, ഇത് കൈയടിക്കാൻ മാത്രമല്ല, ഇത് നാവിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു അധികാരമാണ്. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നവനുമായ സ്റ്റേജുകളിൽ പ്രസംഗിച്ചിട്ടുണ്ട്, ഒത്തിരി കൺവെൻഷനിൽ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ചിന്ത പൗലോസിന്റെ ഏറ്റവും സ്ട്രോങ് പ്രസംഗങ്ങള് ആ കടലിന്റെ നടുക്ക് ഒഴുകുന്ന സമയത്തായിരുന്നു. തന്റെ ഇടത്തോടെ നിന്ന് പ്രസംഗിച്ചു. അവിടെ സ്റ്റേജ് ഒന്നും ഇല്ല, ലൈറ്റ് ഇല്ല, കീബോർഡ് ഇല്ല. ഹലോ, എന്റെ കൂടെ ഉണ്ടോ? ഫുഡ് കഴിക്കാനുള്ള മാനസികാവസ്ഥയില്ല, ഒരു സാഹചര്യവും ഇല്ല. പക്ഷെ അതിനകത്ത് ദൂത് വന്നു, ഞാൻ സേവിച്ചു നിൽക്കുന്നവനും എന്റെ ഉടയവനുമായ എന്റെ ദൈവം ഇന്നലെ രാത്രി എന്റെ അടുക്കൽ നിന്ന് പറഞ്ഞു, പൗലോസേ ധൈര്യമായിരിക്കുക, നീ യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും എന്റെ സാക്ഷിയായി. സ്തോത്രം. ഈ കപ്പൽ ഉടഞ്ഞാൽ നിന്റെ ഡെസ്റ്റിനേഷൻ റോമിലാണ്. അവിടെ നിന്നെ ഞാൻ എത്തി. കൊടുങ്കാറ്റ് അടിക്കുന്ന സമയത്തായി ദൂത് പറയുന്നത്. അതാണ് ഏറ്റവും രസം. രക്ഷപ്പെടുമെന്നുള്ള ഒരു ആശ നഷ്ടപ്പെടും. ആ കപ്പൽ 276 പേരുണ്ടായിരുന്നു. 275 പേരും പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുമ്പോ ഒരാൾക്ക് എങ്ങനെ ധൈര്യപ്പെടുത്താൻ പറ്റും? അറ്റ്ലീസ്റ്റ് ഒരാൾ കൂടെ പറഞ്ഞാലല്ലേ നമുക്ക് ഒരു 275 പേരും ഒറ്റ അഭിപ്രായം പറയുമ്പോ അതിനകത്തും വ്യത്യസ്തനായ ഒരാൾ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ യോശുവയും കാലേബിനെ ഒക്കെ ഓർത്താ വചനം വായിച്ചത്. ഈ 12 പേരെ സ്തോത്രം ദേശം ഉറ്റു നോക്കാൻ പറ്റും. ഒരു 40 ദിവസം അവിടെ നിന്ന് സ്ഥലമൊക്കെ നോക്കി തിരിച്ചു വന്നു. അപ്പൊ ഇവരിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുക. 40 വർഷമായി നമ്മൾ പാടുന്ന പോലെ ഏറെ നാളായി കാണുവാനായി കാത്തിരുന്ന എന്റെ പ്രിയനെ. ഇങ്ങനെ സ്തോത്രം ആ ദേശത്തെ കുറിച്ചുള്ള വർണ്ണനയൊക്കെ കേൾക്കാൻ ഇങ്ങനെ ആവേശത്തോടെ കാത്തിരിക്കുക. എന്റെ ചിന്ത, അന്ന് യോഗത്തിന് എല്ലാവരും ഉണ്ട്. കാരണം വലിയ ആവേശമാണ്. കാരണം കനാൻ നാട്ടിൽ പോകാനുള്ള കനാൻ ദേശത്തെ ഉറ്റുനോക്കിയ 12 പേര് എന്ത് ചെയ്തിരിക്കുന്നത്? രക്തത്താൽ ജയമെടുക്കുക. ഈ യോശുവയും കാലേബും വന്നപ്പം ആദ്യം മോശയോട് പറഞ്ഞു, ഞങ്ങൾക്ക് ടൈം ഒന്നും വേണ്ട, 1 മിനിറ്റ് മതി. പ്രത്യേകിച്ച് ടൈം ഒന്നും വേണ്ട, ഈ ടൈം വേണ്ടവർക്ക് കൊടുത്തോളം. ഈ പ്രഭുക്കന്മാരെ പോയതെല്ലാം നല്ല പ്രസംഗിക്കാൻ അറിയുന്ന പ്രാപ്തിയുള്ളവരാണ്. സ്തോത്രം. പ്രഭുക്കന്മാര് 10 മിനിറ്റ് കൊടുത്തെന്ന് വെച്ച ഉദാഹരണം.
9 മിനിറ്റും അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മാതള വൃക്ഷം ഇങ്ങനെയായിരുന്നു, അത്തിവൃക്ഷം ഇങ്ങനെയായിരുന്നു, ഒലിവ് ഇങ്ങനെയായിരുന്നു. മുന്തിരിക്കൊല പിന്നെ ചുമക്കാതെ എന്ത് ചെയ്യത്തില്ല, കൊണ്ടുവരാൻ പറ്റത്തില്ല. ഒരു 9 മിനിറ്റ് ഈ ജനത്തെ ആവേശത്തിൽ നിർത്തിയിട്ട് പറഞ്ഞു നടക്കത്തില്ലെന്ന് പറഞ്ഞു. 10-ാം മിനിറ്റിൽ എല്ലാം കൊണ്ട് ഹലോ രക്തസാധ്യത 10 പേരും അത് തന്നെ പറഞ്ഞു നടക്കത്തില്ല. കാരണം അനാഖ്യ മല്ലന്മാരെ ഞങ്ങളവിടെ ദേശം സത്യവ ദൈവം പറഞ്ഞ പോലെ പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ കിട്ടത്തില്ലെന്ന് സ്തോത്രം. ഈ യോശുവയും കാലവും അവസാനം എഴുതിട്ട് പറഞ്ഞു ഇവര് പറഞ്ഞൊക്കെ സത്യവ, തെറ്റൊന്നുമല്ല, പക്ഷെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ഈ ദേശത്തെ ഇവര് രണ്ടുപേരും ഒരുമിച്ചല്ലേ പോയെ, ഒരുമിച്ചല്ലേ ദേശം ഉറ്റു നോക്കിയേ. ഇവര് കണ്ടത് ഒരുപോലല്ലേ, പക്ഷെ കാഴ്ചപ്പാട് വേറെ. മനസ്സിലായില്ല? ഒന്നുകൂടെ പറയാം. ഇവർ ഇരുന്നത് ഒരേ യോഗത്തിനല്ലേ, പക്ഷെ എല്ലാരും കത്തിയതുപോലല്ല ഇവര് രണ്ടുപേരും. രക്തത്താൽ ജയമെടുക്കുക. എല്ലാരും തിന്നത് ഒരേ ആത്മീയ ആഹാരമാണ്, എല്ലാവരും കുടിച്ചത് ഒരേ ആത്മീയ പാറയിൽ നിന്നാണ്. പക്ഷെ മിക്ക പേരിലും കേൾക്കുന്ന ഒറ്റ മെസ്സേജാണ്. ഒരേ ആരാധനയാണ് നമ്മൾ കൂടുന്നത്, ഒരേ പാട്ടുകളാ പാടി ദൈവത്തെ ആരാധിക്കുന്നത്. പക്ഷെ മിക്ക പേരിലും രാത്രി ഒരു അപകടം പോലെ ദൈവസഭയോട് കർത്താവ് പറയുക, ദൈവം പ്രസാദിക്കാത്ത അനുഭവങ്ങൾ നമ്മിലുണ്ട്. ഒരു വാക്കുകൊണ്ട് പോലും, ഒരു പ്രവൃത്തി കൊണ്ട് പോലും കർത്താവിനെ ദുഃഖിപ്പിക്കുന്ന വിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ആ തീഷ്ണത കുറഞ്ഞു പോകരുത്. എല്ലാവരുടെയും രക്ഷപ്പെടുമെന്നുള്ളൊരു ആശ നഷ്ടപ്പെടുമ്പോൾ അവരുടെ മുൻപിൽ നിന്ന് പൗലോസ് ഒത്തിരി ആത്മീയ ദൂതുകൾ പറയുവാനിടയായി. അവിടെയാണ് ആ ഒന്നാം വാക്യം വളരെ ശ്രദ്ധേയമായി. ഇനി ആ വാക്യം ഒന്നും കൂടെ ഒന്ന് വായിക്കണം. വായിക്കുമ്പോൾ ഈ ചരിത്ര ഭാഗങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകും. ഒന്നാം വാക്യം ഒന്ന് വായിച്ചാണ്. രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേർ മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ച് മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെ ഒക്കെയും കൈക്കൊണ്ടു. ശ്രദ്ധിക്കണം, ഒരു കപ്പൽ ഛേദം വന്നു, പീസായി ഉടഞ്ഞു പോയ ശക്തമായ കൊടുങ്കാറ്റടിച്ചു. ഇതിനകത്ത് നീന്തി കയറുവാൻ കഴിയുന്നവർ നീന്തി അക്കരെ കയറി ചെന്നപ്പോഴാണ് മെലീത്ത എന്നൊരു കൊച്ചു ദ്വീപാണെന്ന് മനസ്സിലായി. സ്തോത്രം. അപ്പൊ ദൈവം കൊടുത്ത പ്രോഗ്രാമിൽ എന്താ ഉള്ളായിരുന്നു? ഫസ്റ്റ് പ്രോഗ്രാം എവിടെ ചെല്ലും? അക്കരെ. അപ്പൊ ഡെസ്റ്റിനേഷൻ എവിടെയായിരുന്നു? ആ പ്രോഗ്രാമിനകത്ത് ഇതില്ല, ഇത് ഇല്ല, മെലീത്ത ഇല്ല. ദൈവം പറഞ്ഞ ദൂതിനകത്തും ഒരു ഭാഗത്ത് പോലും എവിടില്ല, മെലീത്ത ഇല്ല. പക്ഷെ പ്രതീക്ഷിക്കാത്ത ഒരു ടേണിലൂടെ തന്റെ ജീവിതം ചെയ്യുന്നത്. ഈ മെലീത്തയിൽ ചെന്നപ്പോ കണ്ടത് കുറെ ബർബരന്മാരെയാണ്, ബാർബേറിയൻസ്. ഈ ബാർബേറിയൻസ് എന്ന പദത്തിന് അൺസിവിലൈസ് അല്ലെങ്കിൽ സ്തോത്രം എന്തായാലും മലയാളത്തിൽ പറയുന്നത് വിദ്യാഭ്യാസമില്ലാത്ത, അറിവില്ലാത്ത, ലോകവുമായി ബന്ധമില്ലാത്ത. നല്ല വാക്ക് കുറച്ചും കൂടെ അറിയാമോ മലയാളത്തിൽ? വെരി ഗുഡ്. പരിഷ്കാരമില്ലാത്ത, കറക്റ്റ് വാക്ക്, പരിഷ്കാരമില്ലാത്ത ആൾക്കാരെ അവിടെ വെച്ച് എന്ത് ചെയ്യുക? സ്തോത്രം, ദൈവത്തിന് മഹത്വം. അപ്പൊ മുന്നിൽ വന്നിരുന്ന ഇങ്ങനെയൊക്കെയുള്ള ഗുണമുണ്ട്. എല്ലാവരും മുന്നോട്ട് എന്ത് ചെയ്യണം? അടുത്ത ദിവസം വിലക്കാറാണ്. അപ്പം ദൈവത്തിന് പരിഷ്കാരമില്ലാത്ത ഒരു സമൂഹത്തിന്റെ അകത്തേക്ക് പൗലോസ് എന്ന ദൈവമനുഷ്യനെ ദൈവം വിടുകയും. പക്ഷെ അവിടെ എഴുതിയൊരു വാക്ക്, അസാധാരണമായ ഒരു ദയയാണ് ഇവർ ഞങ്ങളോട് എന്ത് ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. അപ്പം ദയ കാണിക്കാൻ വിവരമൊന്നും വേണ്ട, പരിജ്ഞാനം വേണ്ട. അപരിഷ്കൃതമായ ഒരു സമൂഹം ഈ മനുഷ്യരോട് അസാധാരണമായ ദയ കാണിച്ചു. ഈ മെലിത്ത ദ്വീപ് വരുമ്പം ഇവരുടെ മുൻപിൽ ഒത്തിരി ചോദ്യചിഹ്നം. കാരണം എവിടെ ചെല്ലണമെന്നാണ് ദൈവം പറഞ്ഞത്? റോമിൽ എന്റെ, പക്ഷെ ഇതിനകത്ത് മെലീത്തയിൽ എന്റെ സാക്ഷിയാകുമെന്ന് ദൈവം എന്ത് ചെയ്തില്ല. നമ്മുടെ ജീവിത യാത്രകളിൽ പലതും പറയാത്ത കാര്യങ്ങളായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ സാക്ഷ്യം പറഞ്ഞപ്പോ പറഞ്ഞു, എനിക്കത് വളരെ ശ്രദ്ധേയമായി തോന്നി. 28 വർഷമായി
ഈ ദോഹ വന്ന് ഇത്രയൊക്കെ അനുഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ രാജ്യത്തോട്ട് അതെനിക്ക് വളരെ അർത്ഥവത്തായിട്ട് തോന്നി. ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ വന്ന് ഈ മാറയും ചെങ്കടലും സീനായും ദൈവത്തിന്റെ സ്തോത്രം കാദേശവും ഒക്കെ ഉണ്ടെന്ന് ഒരു ക്ലൂ കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ക്ലൂ കിട്ടിയിരുന്നെങ്കിൽ എന്നെ കൊന്നാലും ഞാൻ ദോഹയ്ക്ക് വരുന്നില്ല. സ്തോത്രം. 28 വർഷം അദ്ദേഹത്തെ ദൈവം നടത്തിയ വിധങ്ങളും കണ്ണുനീരിന്റെ താഴ്വരകളും ഞരക്കങ്ങളും കടഭാരങ്ങളും കുഞ്ഞുങ്ങളുടെ പ്രതിസന്ധികളും ഒക്കെ വിവരിച്ചാണ് അദ്ദേഹം അത് കേൾക്കുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും. പക്ഷെ അദ്ദേഹം പറയുക, ഇത്രയും വെല്ലുവിളി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇങ്ങോട്ട്. നമ്മുടെ ജീവിതയാത്രയിൽ പ്രതീക്ഷിക്കാത്ത ചില വഴികളും ദൈവം ചെയ്യും. അവിടെയാണ് ദൈവത്തോടുള്ള കൂറ്, വിശ്വസ്തത നമ്മൾ കാണിക്കണം. അവിടെയാണ് ദൈവത്തിലുള്ള ഉറപ്പിൽ നമ്മൾ നിലനിൽക്കേണ്ടത്. അവിടെയാണ് അനേകരെ ധൈര്യം കൊണ്ട് നമ്മൾ ഉറപ്പിക്കേണ്ടത്. ഞാൻ അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിൽ ഒരു ദൂത് പറയും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില മെരീത്തകൾ ദൈവം അനുവദിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി ആത്മാർത്ഥമായി നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. കർത്താവേ, ആ ഘട്ടത്തിലും ദൈവകൃപയിൽ നിലനിൽക്കാനുള്ള ഒരു അഭിഷേകം ഞങ്ങളുടെ മേൽ. ദുർബലന്മാർ അസാധാരണമായ കൃപ അവരോട് കാണിച്ചു, ആഹാരം കൊടുത്തു. ഇത് 2 കാലാവസ്ഥയിലുള്ള കാലഘട്ടം. ഒന്ന് ശക്തമായ മഴ, 2 ശീതമുള്ള ഒരു കാലഘട്ടമാണ്. ഇപ്പൊ കേരളത്തിൽ എന്തുണ്ട്? ഒന്നാമത്തെ ഘട്ടമുണ്ട്, രണ്ടാമത്തെ ഇല്ല. ഒന്നാമത്തെ എന്തോ കേരളത്തിൽ ഇപ്പൊ നടക്കുന്നത് മഴ. ഇതിന്റെ കൂടെ ശീതവും കൂടെ, കടുത്ത തണുപ്പും കൂടെ വരുമ്പോൾ ഉണ്ടാകുന്നത് അസാധാരണമായ പ്രതിസന്ധികൾ, രോഗങ്ങൾ, ശാരീരിക ബലഹീനതകൾ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ പൗലോസ് വലിയ ആരോഗ്യമുള്ള ഒരു മസിൽമാൻ ഒന്നും ആയിരുന്നില്ല. 5 അടി 4 ഇഞ്ച് മാത്രമുള്ള, ദൈവത്തിന് സ്തോത്രം, ആ നടു വളഞ്ഞ, ദൈവത്തിന് സ്തോത്രം, കാല് വളഞ്ഞ രോഗിയായ ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, ഒരു രോഗം എന്നെ വിട്ടുമാറിയേണ്ടതിന് 3 തവണ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഈ രോഗം വിട്ടുമാറണമെന്ന്. പക്ഷേ അവിടെ ദൈവം എന്നോട് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ പൗലോസ് ഒരു ചരിത്ര പണ്ഡിതൻ എഴുതിയിരിക്കുന്നത്, പൗലോസിന്റെ രോഗം എന്ന് പറയുന്നത് 40-ൽ 1 അടി കുറഞ്ഞ 39 അടി ഏകദേശം പലതവണ പൗലോസ് കൊണ്ടു. ഈ അടികളിൽ ഒരടിയിൽ വെച്ച് കടുത്ത ഒരു മുറിവ് കാലിലുണ്ടായി. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ അത് ഇടയ്ക്ക് പഴുക്കും, അത് പൊട്ടും, പുറത്തേക്ക് ദൈവത്തിന്റെ സ്തോത്രം പസ് ദുർഗന്ധം അത് പുറത്തേക്ക് വരും. ഇത് അസഹനീയമായ ഒരു പ്രതിസന്ധിയാണ്. ഏതെങ്കിലും ശുശ്രൂഷയ്ക്ക് പോയാലോ ഏതെങ്കിലും സ്ഥലത്ത് പോയാലോ ഈ രോഗം തന്നെ വല്ലാതെ അലട്ടുന്ന ഒരു കാലഘട്ടം. അത് മറ്റുള്ളവർക്ക് ഒരു ഭാരമായി. അപ്പോഴാ പൗലോസ് പ്രാർത്ഥിച്ചത്, ഇപ്പം നമ്മൾ അനുഭവിച്ചാൽ മതി, നമ്മൾ കുറച്ചുകൂടെ സഹിക്കും. ഇത് മറ്റുള്ളവർക്ക് ഭാരമായി വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കർത്താവേ, അല്ലേ? നമ്മുടെ സാഹചര്യത്തിനകത്ത് നിൽക്കുമെങ്കിൽ നമ്മൾ എന്തൊക്കെയോ ചെയ്ത് അതിനകത്ത് നമ്മൾ നിലനിൽക്കാൻ ശ്രമിക്കും. പക്ഷെ മറ്റുള്ളവർക്ക് ഒരു ഭാരമായി വരുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിനകത്ത് എന്തുണ്ടാകുന്നേ? രക്തത്താൽ. ഇപ്പൊ ഒരു രോഗം വന്ന് ഡോക്ടറെ കാണാൻ നമ്മൾ ആദ്യം പോകും ഇല്ല. ഒരു തൊണ്ടയ്ക്ക് വേദന വന്നാൽ സഹോദരിമാർ എന്നെ വിളിച്ച് പറയും, പാസ്റ്ററെ ചുക്കിട്ട്, ഹലോ, കുരുമുളകിട്ട് ഇച്ചിരി വെള്ളം, ഞാനത് ചെയ്യും. അപ്പൊ രണ്ടാമത്തെ സഹോദരി വിളിക്കും, പാസ്റ്റർ ഇല്ല അങ്ങനെ ചെയ്യണ്ട, ഇങ്ങനെ ചെയ്താൽ അതും ചെയ്യും. ഒട്ടും ഒക്കാതെ വരുമ്പോഴാണ് എവിടെ പോകുന്നേ? അല്ലേ? അല്ലാതെ ഓടി അങ്ങ് പോവാണോ? അല്ല, നമുക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ നമ്മള്. പിന്നെ ഒരു നിലയിലും പറ്റാതെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ ശ്രദ്ധിച്ചേ, സാഹചര്യം വളരെ പ്രതികൂലമായപ്പോ പൗലോസ് കരഞ്ഞു പ്രാർത്ഥിച്ചു, ഇതെങ്കിൽ നിന്ന്. അത് പൗലോസ് ഇട്ട ഒരു പദം, ജഡത്തിൽ ഒരു ശൂലം. അതൊരു രോഗം, ജഡത്തിൽ ഒരു ശൂലം. അപ്പൊ എന്റെ ചിന്ത, ഈ രോഗം വെച്ചാണ് അനേകം മേൽ കൈവച്ചവരെ സൗഖ്യമാക്കി. എന്തോ കൃപയായിരുന്നു അതല്ലേ? രോഗിയായിരിക്കുമ്പോഴാണ് താൻ. എന്റെ ചിന്ത, പൗലോസിനെ രോഗിയാക്കിയിട്ട് അനേകരെ ദൈവം സൗഖ്യമാക്കിയത്. കാരണം രോഗം വന്നവർക്കേ അതിന്റെ വില അറിയത്തുള്ളൂ. അതിന്റെ കാണിന് ആ ശോധനയിലൂടെ കടത്തിവിട്ടാണ് അനേകരുടെ മേൽ റൂമാല് തട്ടുമ്പോ ദൈവത്തിന്റെ സ്തോത്രം, ദൈവിക സൗഖ്യം ജനത്തിലേക്ക് വ്യാപരിക്കത്തക്കതേ. എല്ലാവരും ഉണ്ടോ? ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. ആ സാഹചര്യങ്ങളിലൂടെ നമ്മളെ കടത്തി വിട്ടാലേ അതിന്റെ വേദന നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ.
രോഗിയായിരിക്കുമ്പോ 3 തവണ പ്രാർത്ഥിച്ചു, എങ്ങനെങ്കിലും ഈ ശൂലം എങ്കിൽ നിന്ന് ദൈവത്തിന്റെ സ്തോത്രം. പക്ഷെ പൗലോസിന്റെ അവസാനം പറഞ്ഞു, വെളിപ്പാടിന്റെ ആധിക്യത്തിൽ ഞാൻ നെകളിച്ചു പോകാതിരിക്കാൻ എന്നെ കുത്താൻ ഒരു സാത്താനെ എന്ത് ചെയ്തിരിക്കുന്നു, രക്തത്താൽ സ്തോത്രം. അപ്പൊ ചില കുത്തുകളൊക്കെ നമുക്കിടയ്ക്ക് കിട്ടിയാലേ നമ്മുടെ കൃപയ്ക്ക് ഈ ഓടിനകത്ത് വരും എന്ന് ദൈവത്തിന് നന്നായി. കാരണം നമ്മളെ ദൈവത്തിന് അത്ര, അതല്ലേ ആദ്യം പറഞ്ഞത്, നമ്മളെ ദൈവത്തിന് കുത്തുകൊള്ളാതെ വരുന്നവർക്കായി ഞാൻ സ്തോത്രം. അവരൊക്കെ ഭാഗ്യവാന്മാര്, അതൊക്കെ ഇയ്യോബിന്റെ കാറ്റഗറിയാണ്. സ്തോത്രം. കുത്തിയില്ലേലും അവരോട് വരും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ളവരായി നമ്മൾ മാറണമെന്ന് നമ്മളെ കുറിച്ച് ദൈവം എന്ത് ചെയ്യുക, ജഡത്തിൽ ഒരു ശൂലം. അപ്പം ഈ രോഗിയായ മനുഷ്യൻ, ദൈവത്തിന് സ്തോത്രം, നടു വളഞ്ഞ ഒരു മനുഷ്യൻ, 5 അടി 4 ഇഞ്ച് മാത്രമുള്ള ഒരു കൊച്ചു മനുഷ്യൻ, വലിയ നീളമില്ലാത്തൊരു മനുഷ്യൻ, ദൈവത്തിന് സ്തോത്രം, കാലിന് ബലഹീനതയുള്ള ഒരു മനുഷ്യൻ, ഈ അദ്രിയ കടല് നീന്തി കടന്ന് മെലീത്തയിലെത്തി. പക്ഷേ അവിടെ ഒരു അത്ഭുതമാക്കി ദൈവം തന്നെ മാറ്റി. ദൈവത്തിന്റെ സ്തോത്രം. ചിലരെ സൗഖ്യമാക്കുവാൻ, ചിലരുടെ മേൽ കൈവെക്കുവാൻ, ചിലരുടെ മേൽ അധികാരത്തോടെ കൽപ്പിക്കുവാനുള്ള ഒരു അഭിഷേകം ദൈവത്തിന്റെ ദാസന്റെ മേൽ പകരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഒരു അഭിഷേകമാണ് നമ്മുടെ മേൽ പകരാൻ ദൈവമാക്കി നമ്മുടെ കരങ്ങൾക്കകത്ത്, നമ്മുടെ നടവുകൾക്കകത്ത് ഒരു ശക്തി പകർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് അനേകർക്കൊരു ചൈതന്യമായി, ആശ്വാസമായി മാറത്തക്ക നിലയിൽ നമ്മെ ഒരുക്കിയെടുക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടെന്നല്ല, ചില നാളുകൾക്ക് മുമ്പ് ഒരു കേട്ട സാക്ഷ്യം എനിക്ക് തോന്നുന്നു ഖത്തറിലെ ഏറ്റവും ചലിപ്പിച്ച ഒരു സാക്ഷ്യമാണ്. ഒരു സ്തോത്രം, ഒരു പയ്യൻ, ഒരു വിശ്വാസിയായ ഒരു പയ്യൻ, ഇവിടെ ബന്ധുക്കളായിട്ട് കുറച്ച് പേർ, പക്ഷെ അവരെ പാരമ്പര്യ വിശ്വാസത്തിൽ പള്ളികളിൽ പോകുന്നവരാണ്. അപ്പൊ അങ്ങനെ ഒരു കുടുംബത്തിൽ താമസിപ്പിച്ചു. വിസിറ്റിംഗ് വിസയ്ക്ക് കൊണ്ടുവന്നു, 2 മാസം വിസിറ്റിംഗ് വിസയ്ക്ക് കൊണ്ടുവന്നു. പലയിടത്തും ഇങ്ങനെ ഇന്റർവ്യൂ കൊടുത്തു, ഒരു ജോലിക്ക് വേണ്ടി. അപ്പൊ ഇങ്ങനെ വന്ന് ജോലിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പല കമ്പനികളിൽ പോയി ഇന്റർവ്യൂ നടക്കുന്നു, ഒന്നും കിട്ടിയില്ല, ഒന്നും ആയില്ല. അപ്പം നമുക്കറിയാം 2 മാസത്തെ വിസയാണ്, അത് തീരാറായി. അതിന്റെ 2 ദിവസം മുമ്പ് ഒരിടത്ത് ഇന്റർവ്യൂവിന് വിളിച്ചു. അപ്പൊ ഇങ്ങനെ സഹോദരൻ ചെന്നപ്പോ പറഞ്ഞു, ദൈവത്തിന്റെ സ്തോത്രം, ഇത്ര ദിവസം ജോലിയുണ്ട്, സ്തോത്രം, വെള്ളിയാഴ്ചയും ജോലി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, വെള്ളിയാഴ്ച വരത്തില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. നല്ല തീഷ്ണതയുള്ള ഒരു മോനെ, വെള്ളിയാഴ്ച ഞാൻ യുഹോത്തിന് വരത്തില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ സാക്ഷ്യം പറയുക. അപ്പം ഇത് അപ്പൊ പറഞ്ഞു, അങ്ങനെയുള്ളവർക്ക് ഇവിടെ ജോലിയില്ലെന്ന് പറഞ്ഞു. ഇറങ്ങി വിഷമത്തോടെ ഇറങ്ങി 2 ദിവസം കഴിഞ്ഞ് പോവാ. അപ്പം വീട്ടിൽ വന്നപ്പം ഇവരെ ഈ സമുദായത്തിലുള്ള സഹോദരങ്ങളാണ്, കസിൻസ് ഇവിടെ ഉള്ള, ഇവനെ നിർത്തി പൊരിച്ചു. മനുഷ്യരായ ബുദ്ധി വേണം, വിവേകം വേണം, ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? ഒരു ജോലിക്ക് വെള്ളിയാഴ്ച വന്ന് എങ്ങനെങ്കിലും ഒന്ന് കേറി കൂടിയിട്ട് വേണം. ഹലോ, ഇത്രയും പറഞ്ഞപ്പോ ഇവന് ഭയങ്കര സങ്കടമായി. സ്തോത്രം. കൊച്ചു പയ്യനല്ലേ, വലിയ പ്രായമില്ല. എല്ലാരും കൂടെ ഇടത്തൂന്നും വലത്തോട്ടും ഇടിക്കാൻ തുടങ്ങിയപ്പോ ഈ പാവം എന്ത് ചെയ്തു? അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ പാസ്റ്റർ വിളിച്ചു. എന്ന് വെച്ചാൽ 2 മാസം ഇവിടെ പോയ ചർച്ചിലെ പാസ്റ്റർ വിളിച്ചപ്പോൾ ഇത് തന്നെ പറഞ്ഞു, മനുഷ്യരായ വിവേകം വേണം, ഗഗനം വേണം. സ്തോത്രം. ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഞാനങ്ങനെ പറയത്തില്ല. ഇങ്ങനെയാണോ അങ്ങനെ ശരിയല്ല, ഞാനങ്ങനെ പറയത്തില്ല. മനുഷ്യനായ ബുദ്ധി വേണം, ഇങ്ങനൊക്കെ പറഞ്ഞ് ആദ്യം കയറി കൂടണം, എന്നിട്ടല്ലേ ഇതൊക്കെ പറയണ്ടേ എന്നൊക്കെ പറഞ്ഞ് കുറേ ഇവനെ കരഞ്ഞു വരും. സ്തോത്രം. ഈ കൊച്ചനെ വല്ലാതെ കരഞ്ഞു. ഇവൻ ഉടനെ അമ്മയെ വിളിച്ചു. കാരണം വിഷമത്തിന് അമ്മയുള്ളൂ, അപ്പനില്ല. അപ്പൊ നാട്ടിൽ അമ്മയെ വിളിച്ചപ്പോ പറഞ്ഞു, മോനെ കുഴപ്പമില്ല, റേഷൻ കടയിൽ നിന്ന് 5 കിലോ അരി കിട്ടുന്നു, കഞ്ഞി വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, നീ ധൈര്യമായിട്ട് കയറി പറയണം. അമ്മയെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യും. അങ്ങനെയുള്ളവർ ഈ കാലത്ത് നീ ധൈര്യമായിട്ട് കയറി നമ്മളെ കഞ്ഞി കുടിച്ച് ഇവിടെ സ്തോത്രം. നാട്ടിൽ കയറി പോയി. 2 മാസം കഴിഞ്ഞപ്പോൾ ഈ മുതലാളിയോട് ദൈവം ഇടപെട്ടു. എന്നാലും അവൻ അങ്ങനെ പറഞ്ഞല്ലോ, അവൻ പ്രാർത്ഥിക്കുന്നവനാണ്. നാട്ടിൽ വിളിപ്പിച്ചു, വിസ കൊടുത്തു വരും. ദൈവം രാജാവിന്റെ ഹൃദയത്തിൽ, നിങ്ങൾ വിശ്വസിച്ചാലില്ലേ ഇത് നടന്ന കാര്യം. സ്തോത്രം. കമ്പനി വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാ വെള്ളിയാഴ്ച ഡ്യൂട്ടി ഉണ്ട്, പക്ഷെ കോളില്ല. ഹലോ, ഡ്രൈവറോട് പറഞ്ഞു, ഇന്ന സമയത്ത് അവനെ ആരാധനയ്ക്ക് കൊണ്ടുപോകണം, തിരിച്ചെടുക്കണം. അടുത്തതായിരിക്കും സന്തോഷം. വെള്ളിയാഴ്ച യോഗത്തിന് പോകുന്നതിന് ഓർമ്മയും ഇത്ര സ്വന്തം പറ്റുമെങ്കിൽ ഒരു നല്ല സ്വന്തം
എന്നിട്ട് സാക്ഷ്യം പറയുക, ഖത്തറിൽ വന്ന് ആരാധനയ്ക്ക് പോയി ഓവർ ടൈം മേടിച്ച ഒരാളെ ഉള്ളൂ. ഞാൻ കരഞ്ഞു സാധിച്ച, എനിക്ക് അങ്ങനെ സാക്ഷ്യം കേട്ടിട്ടില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ ഒന്നുമല്ല. എന്തോ വിശ്വാസം. ആ സാക്ഷ്യം യോഗത്തിന് പോകുന്നതിന് കമ്പനി ഓവർ ടൈം കൊടുക്കുക, ഡ്രൈവർ കൊണ്ടുവിടും. സ്തോത്രം. തീക്ഷ്ണതയുള്ള ചിലരെ ഈ തലമുറയിലും നമ്മുടെ സഭയ്ക്കകത്തും ദൈവത്തിന് വേണ്ടി വീറോടെ നിൽക്കുന്ന, ആവേശത്തോടെ നിൽക്കുന്ന, ഉത്സാഹത്തോടെ നിൽക്കുന്ന ഇന്ന് രാത്രി നിങ്ങളെ ഇമോഷണൽ ആക്കാൻ ഞാൻ പറയുന്നതല്ല, നിങ്ങളെ ആവേശം കൊള്ളിക്കാനോ കൈയടിപ്പിക്കാനോ പറയല്ല. ഇന്ന് രാത്രിയിൽ വിശ്വസ്തയോടെ വീറോടെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറയെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് ആവശ്യമാണ്. ദൈവമാരെ ഒരിക്കലും കൈവിടുകയില്ല. അവരുടെ ജനത്തിൽ ഒത്തിരി ശൂലം കാണും, പക്ഷെ ആ ശൂലത്തിനകത്തും നിലനിർത്തുന്ന ഒരു അസാധാരണമായ കൃപ അവരുടെ മേൽ വ്യാപരിക്കുവാനിടയായി തീരും. ഞാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുക, ഈ വചനം പ്രസംഗിക്കുമ്പോൾ അസാധാരണമായ ഒരു കൃപ ചിലരുടെ മേൽ ഇറങ്ങി വന്ന് ചിലരെ സ്പർശിക്കുന്ന, ചില ദൈവകുഞ്ഞുങ്ങളെ ആത്മാവിൽ എടുക്കുന്ന, ചിലരെ നിയന്ത്രിക്കുന്ന ദൈവാത്മാവിന്റെ ചലനം ചില ഹൃദയങ്ങൾക്കകത്ത് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഭയന്ന രാത്രിയായി തീരട്ടെ. അതെല്ലാം നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ ഈ മെസ്സേജ് ഒന്ന് അവസാനിപ്പിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവെ ശക്തി പകർന്ന പാട്ട് ഒന്ന് റെഡിയായിക്കോ, ഒന്ന് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കണം. ഈ ശക്തി ഇന്നും ഈ ഹോളിൽ വ്യാപരിക്കുന്നുണ്ട്. ഒത്തിരി ശൂലങ്ങൾ നമുക്കുണ്ട്, ഇല്ലേ? അത് സാമ്പത്തികമാകാം, മാനസികമാകാം, തലമുറകളാകാം. ഒത്തിരി ശൂലങ്ങൾ നിങ്ങൾക്കുണ്ട്, ഒത്തിരി കാര്യങ്ങൾ എനിക്കും അറിയാം. പക്ഷെ ഇന്ന് രാത്രി ആ ശൂലത്തിനകത്തും ആ കൃപയിൽ നിങ്ങളെ നിലനിർത്താൻ എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നുവെന്ന് ഇന്ന് രാത്രി അരുളി ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഈ ഹോളിനകത്തുണ്ട്. പ്രതീക്ഷിക്കാത്ത ചില വെളിത്തകൾ ദൈവം വെളിപ്പെടുത്തുമ്പോൾ അതിനകത്ത് ഉറച്ചു നിന്ന് കർത്താവേ, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചന എന്നിൽ നിവർത്തിക്കപ്പെടുവാൻ കർത്താവേ, പിശാച് ഗോതമ്പ് മാറ്റേണ്ടതുപോലെ മാറ്റിക്കളയുന്ന ഒരു വ്യക്തിയായിട്ടല്ല, ഉറപ്പുള്ളവനായി കുടുങ്ങാത്തവനായി ദൈവത്തിന് വേണ്ടി തലമുറയിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളായി കർത്താവേ നിങ്ങളെ തീർക്കണമേ എന്ന് മെസ്സേജ് വൈൻഡപ്പ് ചെയ്യാൻ 10 കൂടെ പോകണമെന്ന് എനിക്കുണ്ട്. പക്ഷെ ഒത്തിരി ദൂരെ വരുന്ന ഒത്തിരി സഹോദരങ്ങളും കൊണ്ട് അവരെ കൂടെ കൺസിഡർ ചെയ്യണം. സ്വതന്ത്രം എന്റെ അകത്ത് ഇങ്ങനെ തിളച്ചോണ്ടിരിക്കും. നമ്മൾ യോബിന്റെ കാറ്റഗറിയിലാണ്.